ശ്രീ ഗോപകുമാർ, ശ്രീ അഷ്റഫ് രാജിവെച്ചത് 2020യും BJPയുമായുള്ള അലയൻസ് ചർച്ചകൾ പുരോഗമിക്കുന്നുള്ള തരത്തിലാണ്. അത്തരം എന്തെങ്കിലും നീക്കമുണ്ടോ? അത്തരം എന്തെങ്കിലും ചർച്ചകൾ അണിയറയിൽ പുരോഗമിക്കുന്നുണ്ടോ ഗോപകുമാർ? ഇത് വെറും ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ, ആരോപണമാണ്. കാരണം ഇത് CPM-ഉം അസ്ലഫുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. കാരണം അസ്ലഫ് നേരത്തെ CPI-യിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ദേശാടന പക്ഷി എന്ന പോലെ 2020-ൽ ആകെ വന്നിരിക്കുന്ന ഒരു മീറ്റിങ്ങിനാണ്. അപ്പോ ഇദ്ദേഹം ആലുവ നിയോജക മണ്ഡലത്തിലെ ചാർജുള്ള ഒരു കോർഡിനേറ്റർ എന്ന രീതിയിലാണ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ശ്രീനിജനും അസ്ലഫും അതുപോലെ CPM-ഉം തമ്മിൽ പറയുന്ന ഒരു ഗൂഢാലോചന എന്നതിലുപരിയായിട്ട് ഇതിൽ യാതൊരു വസ്തുവില്ല. കാരണം നമുക്കറിയാം, കുന്നത്തുനാടിന് പുറത്ത് ഇപ്പൊ കുന്നത്തുനാട് ശ്രീനിജനാണെങ്കിലും അല്ലെങ്കിൽ CPM ആണെങ്കിലും ഈ പറയുന്ന BJP ആണെങ്കിലും ഒരു ശക്തിയല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കുന്നത്തുനാടിന് പുറത്തു പോകുമ്പോൾ, നമ്മൾ പാർട്ടി വളരുമ്പോൾ, ഇന്ന് കേരളത്തിൽ മുഴുവൻ ചൂടുറപ്പിക്കുമ്പോൾ 2020യോടൊപ്പം ജനങ്ങൾ ഈ രാജ്യത്ത് വികസനം വേണം, അല്ലെങ്കിൽ ഈ നാട്ടിനെ ഭാവി തലമുറയ്ക്ക് ഒരു വികസനം വേണം, അല്ലെങ്കിൽ അവരുടെ ജീവിതം സംരക്ഷിക്കണം എന്നുള്ള ചിന്തയോടുകൂടെ വരുന്ന പ്രവർത്തകർ ഇന്ന് 2020യോടൊപ്പം അണിനിരക്കുകയാണ്. അപ്പൊ അതിനെ ഏത് വിധേനയും തകർക്കുക, അല്ലെങ്കിൽ നമ്മുടെ മുന്നേറ്റം അത് തടയുക എന്നുള്ള ഏക ലക്ഷ്യത്തോടെ CPM BJPയുമായി അടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, BJP കേരളത്തിൽ വലിയ വേരൂന്ന രാഷ്ട്രീയ കക്ഷിയാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് വീതം വർദ്ധിപ്പിക്കുന്നവരാണ്. ദേശീയതലത്തിൽ BJPയുടെ പ്രസക്തിയും ശക്തിയും എത്ര നമുക്കറിയാം. BJPയോട് ചേരുന്നത് കൊണ്ട് 2020ക്ക് എന്താണ് കുഴപ്പമെന്നാണ് താങ്കൾ കരുതുന്നത്? എങ്ങനെയാണ് 2020 തകരുന്നത്? അല്ല, ശൂന്യതയിൽ നിന്നൊരു വാർത്തയുണ്ടാക്കി ഇപ്പൊ News 18 പോലെയുള്ള ഒരു ചാനൽ ഇത് അവതരിപ്പിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം വേണ്ടേ? കാരണം BJP ആയിട്ടോ നമ്മളോ, അല്ലെങ്കിൽ BJPയിൽ നിന്ന് ആരെങ്കിലും നമ്മളോടോ ഒരു ചർച്ചയോ അതിന്റെ ഒരു ആലോചന പോലും ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ചിട്ട് ഇന്നലെ രാജിവെച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്ന ഒരു വാർത്തയുടെ പുറകിൽ പോകുന്ന News 18-ന്റെ ഈ വാർത്താ ദാരിദ്ര്യത്തെ കുറിച്ചാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്. കാരണം ഒരു കാരണവശാലും അങ്ങനെ ഒരു ചിന്തയോ ചർച്ചയോ മറ്റു കാര്യങ്ങളോ ഈ നിമിഷം വരെ ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് ആളുകളുടെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടാക്കിക്കുക, അല്ലെങ്കിൽ 2020യോടൊപ്പം ചിന്തിക്കുന്ന, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുന്ന പ്രവർത്തകരുടെ ഉള്ളിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക, അത് CPM-ന്റെ ഒരു കപട ആലോചനയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു കാരണമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം വാർത്തകൾക്കൊന്നും യാതൊരു ഗൗരവവും കൊടുക്കേണ്ടതില്ല. നമ്മളുടെ പാർട്ടി ഇപ്പൊ കൊച്ചിൻ കോർപ്പറേഷൻ അടക്കം 4 മുനിസിപ്പാലിറ്റി, കൊച്ചിയിലെയും അതുപോലെ തന്നെ പിറവം പോലെയുള്ള മുനിസിപ്പാലിറ്റികളിലും 60ഓളം പഞ്ചായത്തുകളിലും 1600 സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ശക്തമായ പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. മറ്റു പാർട്ടികൾ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പോസ്റ്ററുകളും മറ്റുള്ള അനൗൺസ്മെന്റും പ്രചരണങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ വേവലാതി പൂണ്ട CPM-ന്റെ ഒരു ഗൂഢാലോചന മാത്രം, അതിന് അസ്ലഫിനെ പോലെയുള്ള ഇതുപോലെയുള്ള ദേശാടന പക്ഷികളെ അവർക്ക് കിട്ടുമായിരിക്കും. അത് അത്രമാത്രം ഗൗരവമേ അതിന് കൊടുക്കേണ്ടതുള്ളൂ. 2020 പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായി നാടിന് വേണ്ടി, ഈ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ശരി ഗോപകുമാർ, ഡാനി ഇപ്പോൾ തുടരുന്നുണ്ടായെന്നാണ് മനസ്സിലാകുന്നത്. ഡാനി, ഗോപകുമാർ നമുക്കറിയാം വളരെ ഈ 2020 പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. പക്ഷെ അപ്പോഴും അഷ്റഫ് അടക്കമുള്ള ആളുകൾ പറയുന്നത് പരസ്യമായൊരു സഖ്യമല്ല, രഹസ്യമായൊരു ധാരണ സംഭവിച്ചേക്കാം എന്നാണ്. രഞ്ജിത്ത്, ആ രീതിയിലാണ് ഇപ്പോൾ അഷ്റഫ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ നേരത്തെ BJP ജില്ലാ പ്രസിഡന്റ് ഷൈജുവിൻ്റെ വാക്കുകൾ. അദ്ദേഹം അത് ഒരിക്കലും മറ്റ് 2 പേർ ഇപ്പോൾ DCC ഭാഗത്തു നിന്നാണെങ്കിലും അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നാണ് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് 2020യുടെ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട കാര്യങ്ങൾ അവർ വിശദീകരിക്കുന്നുണ്ട്. കാരണം ഇതിലൊരു അഭിപ്രായം കൃത്യമായി അവർ പറയുമ്പോൾ പോലും അതിലൊരു മൃദു സമീപനം തന്നെയാണ്, ഒരിക്കലും തള്ളി പറയുന്നില്ല എന്നത് തന്നെയാണ് BJP അതിൽ നിലപാടിൽ വ്യക്തമാക്കുന്നത്. കാരണം അവർ ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്നതല്ല, അത് സ്വാഭാവികമായും രാഷ്ട്രീയത്തിൽ അത്ര ബഹുമാനങ്ങളൊക്കെ ഉള്ളതും നല്ലത് തന്നെയാണ്. എന്തായാലും ഇക്കാര്യങ്ങളിൽ ചില നീക്കുപോക്കുകൾ നടന്നിട്ടുണ്ട്, പ്രാഥമികമായ രീതിയിൽ നടന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ രാജിവെച്ച് പുറത്തു വന്ന അവരുടെ കോർഡിനേറ്റർ തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഏതായാലും കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ കൂട്ടുകെട്ടുകൾ എന്നെല്ലാം തന്നെ പറയുന്നത്. BJP കഴിഞ്ഞ 5 സീറ്റുകൾ നേടി വളരെ നിർണായകമായ ഒരു ശക്തിയാവുന്നു. കഴിഞ്ഞ തവണ 6 സീറ്റുകളിലോളം
സീറ്റുകളോളം തന്നെ അവർ രണ്ടാം സ്ഥാനത്ത് വരികയും ചെയ്യുമ്പോൾ കൂടുതൽ സീറ്റുകൾക്കുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട്. സാധ്യമാകുന്ന എല്ലാ ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾ നടത്തുന്നുണ്ട് എന്ന് തന്നെ BJPയും പറയുന്നു. ചർച്ചകളുടെ ഒരു രൂപമോ ചർച്ചകളുടെ ഒരു ക്രമമോ അവർ വ്യക്തമാക്കുന്നില്ല എങ്കിൽ കൂടി അതുകൊണ്ട് ഇത്തവണ ഉണ്ടാക്കുന്ന ഏതൊരു കൂട്ടുകെട്ടും അല്ലെങ്കിൽ ഒരു ധാരണകളും ഇത് കൊച്ചി കോർപ്പറേഷൻ്റെ ഭരണം നിർണ്ണയിക്കുന്നതിൽ തീർച്ചയായും വലിയ ഭാഗതയും അത് നിർണ്ണയിക്കുകയും ചെയ്യും എന്ന കാര്യത്തിലും സംശയമില്ല. 74 സീറ്റുകളിൽ നിന്ന് 76ലേക്ക് മാറിയെങ്കിലും മത്സരം വലിയ കടുപ്പത്തിലേക്ക് തന്നെ പോകുന്നു. അത് പ്രത്യേകിച്ച് ഇപ്പോൾ വരുന്ന ഈ വാർത്തകളോട് 2020 കൂടി മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് BJPയുമായ ആ രീതിയിൽ ഏതെങ്കിലും ഒരു ധാരണയിലേക്ക് നീങ്ങുകയാണെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ ഭരണം ആർക്ക് എന്നത് നിശ്ചയിക്കുന്നത് ഈ ഒരു ധാരണകൾ തന്നെയായിരിക്കും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണണം ഈ ചർച്ചകളുടെ പുരോഗതി എങ്ങനെയാണ് എന്നുള്ളത്.